ചൂരൽമലയിൽ നിന്നും MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. തത്സമയം അനീഷ്, അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണല്ലോ. തീർച്ചയായും നമുക്ക് കളക്ടറോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കാം. മാഡം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നൊരു തെരച്ചിലായിരുന്നു. ഇന്ന് പാലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ യന്ത്രങ്ങളൊക്കെ എത്തിക്കാൻ കഴിയും. എന്താണ് ഇന്നത്തെ സ്ട്രാറ്റജി? ഇന്നത്തെ സ്ട്രാറ്റജി പറഞ്ഞാൽ നമുക്ക് Day 3 ആണ് ഇന്ന് റെസ്ക്യൂ ഉണ്ടത്. അപ്പോ മാക്സിമം നമ്മൾ അലവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ. അപ്പോൾ ഇന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അടുത്തതായിട്ട് നമ്മൾ ബോഡി എക്സ്കവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പല ഘട്ടങ്ങളിലാണ് ടീം പോയിട്ടുള്ളത്. അവരെ കൂടെ ഹിറ്റാച്ചി അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. ഡീപ്പ് എക്സ്കവേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഓരോരോ ടീമിനെ കൂടെ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർ ബോഡി എക്സ്കവേഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ സൈറ്റുകൾ ഏതാണ്ട് സ്കാനിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ പരിശോധനകൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡായ ആളുകളൊന്നും എല്ലായിടത്ത ആൾക്കാരും എത്തിയിട്ടുണ്ട്, എല്ലാ ഫോഴ്സും എത്തിയിട്ടുണ്ട്. ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് വർക്ക്. എവിടെയും നമ്മൾ റീച്ച് ആവാത്ത സ്ഥലം അങ്ങനെയൊന്നുമില്ല. ദേ ഹാവ് റീച്ച്ഡ് എവ്രിവെയർ. മോസ്റ്റ് ഓഫ് ദം ദേ ഹാവ് ബ്രോട്ട് ബാക്ക്. മാനുവലി ചെയ്യാവുന്ന പരിധി കഴിഞ്ഞു അല്ലെ? ഈ ഡീപ്പ് എക്സ്കവേഷൻ തന്നെ വേണ്ടി വരും ഇനിയിപ്പോൾ? ഡീപ്പ് എക്സ്കവേഷൻ വേണ്ടി വരും. അതല്ലാതെ ബാക്കിയുള്ള ഇതിലും നമുക്ക് ടൂൾസ് ആവശ്യമാണ്. ടൂൾസ് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ലോക്കൽ സപ്പോർട്ടും നമുക്കുണ്ട്. വഴി പറഞ്ഞു കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങളും കൊടുക്കാനും പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോഴ്സസും ഉണ്ട്. ടൂൾസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹിറ്റാച്ചി അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. ബൈ ഈവനിങ് നമ്മൾ മാക്സിമം ബോഡീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മിസ്സിംഗ് ആയ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ വരുന്നത്? മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നുണ്ട്. അത് ഇതുവരെ നമുക്ക് 200-ലധികമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ക്യാമ്പിലുള്ള ആൾക്കാരിൽ നിന്ന് എടുത്ത ഡേറ്റ നമ്മൾ എടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഉള്ള ഡേറ്റ അങ്ങനെയുള്ള ഡേറ്റ ഒന്നും വെച്ചിട്ട് നമ്മൾ ടാലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു സ്പെഷ്യൽ ടീം അവിടെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അവർ ഇരുന്നിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ 85 കൂടുതൽ നമുക്ക് ക്യാമ്പ്സ് നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അവിടെയും ഒരു സ്പെഷ്യൽ ഓഫീസർ ക്യാമ്പ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഡെഡ് ബോഡീസ് ഹാൻഡിൽ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ടീമുണ്ട്. ലോജിസ്റ്റിക്സ് നോക്കാൻ ഒരു ടീമുണ്ട്. നമ്മൾ ഇന്നലെ 4 മണി വരെ നമ്മൾ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് ഉണ്ട്. ഈ വെഹിക്കിൾ മൂവ്മെന്റ് ഒക്കെ ആയിരുന്നു ഇന്നലെ കുറച്ചൊരു കൺഫ്യൂഷൻ. ഇന്ന് അത് നിങ്ങൾ കണ്ടല്ലേ, ഇന്ന് അത് ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മൂവ്മെന്റ് ക്ലിയർ ആയിട്ട് കിട്ടും. റിലീഫിന് വരുന്ന ആളുകൾ വിടുന്നില്ല എന്നൊക്കെ കുറച്ച് അങ്ങനത്തെ അല്ല, അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 2000-ൽ കൂടുതൽ ആൾക്കാർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അവരെല്ലാവരും വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷനിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള വണ്ടികൾ മാത്രം ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഫുഡ്, വാട്ടർ അങ്ങനത്തെ സ്കേഴ്സിറ്റി ഒന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് പോളിടെക്നിക് കോളേജിലെ നമ്മൾ കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ട് എത്തിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഡ്രൈ ഫുഡ് നമ്മൾ അടുത്തുണ്ട്. ഫുഡിന്റെയും വാട്ടറിന്റെയും ഒരു സ്കേസിറ്റിയും നമുക്കില്ല. മാക്സിമം റിക്കവറിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. യെസ്, താങ്ക് യു. കളക്ടറാണ് നമ്മോട് വളരെ വിശദമായി തന്നെ ഇന്നത്തെ ഒരു ദിനം എങ്ങനെയാവും എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ ഡീപ്പ് എക്സ്കവേഷൻ, അതായത് ആഴത്തിലുള്ള പരിശോധന വേണ്ടിയ ഒരു ദിനമാണ്. കാരണം ഈ കൈകൊണ്ട് നടത്തുന്ന തെരച്ചിൽ, ചെറിയ കട്ടറുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന തെരച്ചിലുകൾ, അതിൽ കൂടെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞിരിക്കുന്നു. ഈ ഡെത്ത് ടോൾ, അതായത് മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഈ മണ്ണിൽ നിന്നും കണ്ടെടുക്കാൻ ഇന്ന് സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഒപ്പം ഈ ദുരന്ത ഭൂമിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഈ ഭക്ഷണം ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല എന്നൊക്കെ ചില പരാതികൾ ഒക്കെ ഇന്നലെ വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിടെക്നിക് കോളേജിൽ ഒരു താൽക്കാലിക അടുക്കള ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കളക്ടർ പറഞ്ഞത്. അവിടെ നിന്നും രക്ഷാപ്രവർത്തകർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കൃത്യമായി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സ്, ഈ പാചകം ചെയ്തതല്ലാത്ത ചില ഭക്ഷണ സാമഗ്രികളുമൊക്കെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളില്ല. ഒപ്പം ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായി ഈ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ 100 കണക്കിന് രക്ഷാപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഈ വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്ത ശേഷം അവരെയും ഈ ഭൂമിയിലേക്ക് കടത്തിവിടുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അത്തരം ചില ആശയക്കുഴപ്പങ്ങൾ വന്നിരുന്നു. അതിൽ ചില പരാതികളൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും 1500-ലധികം ആളുകൾ
ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആണ് കളക്ടർ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. എന്തായാലും എല്ലാ കാര്യങ്ങളും സജീവമായിരിക്കുന്നു. വലിയൊരു പുരോഗതി ഇന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ആരെങ്കിലും ജീവനോടെ ഇനി മണ്ണിനടിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയുമോ എന്ന തെരച്ചിൽ എന്ന ഒരു ഊർജിതമായ ശ്രമം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. യന്ത്രസാമഗ്രികളൊക്കെ തടസ്സമില്ലാതെ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ കൃത്യമായി ഈ ഭൂമിയിലേക്ക് എത്തി. നമുക്ക് കാണാം ഈ NDRFന്റെ സേനാംഗങ്ങളൊക്കെ അവരുടെ അവരൊക്കെ രാവിലെ ജോലികളിലേക്ക് കടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ എത്താൻ പോകുന്നതിന്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നൽകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ചൂരൽമലയിൽ ഏതാണ്ട് എല്ലാ ഇടത്തും ആളുകൾ നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ തന്നെ ഇനിയിപ്പോൾ പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കും. ആരെങ്കിലും ഒരാളെങ്കിലും ഈ ദുരന്തഭൂമിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കളക്ടർ നമ്മോട് പങ്കുവച്ചു. ഒപ്പം 200-ലധികം ആളുകളെ കാണാനില്ല എന്ന പരാതികൾ, അതായത് അത്തരം മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കളക്ടർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ ദുരന്തഭൂമിയിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ട് ഈ റിലീഫ് ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന ആളുകൾ മറ്റ് ഉറ്റവരും ഉടയവരുമൊക്കെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി മറ്റിടങ്ങളിൽ നിന്ന് എത്തി പരാതി നൽകിയിരിക്കുന്ന ബന്ധുക്കൾ ഇവരിൽ നിന്നൊക്കെ സമാഹരിച്ച ഒരു കണക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് 200-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് കളക്ടർ വ്യക്തമാക്കിയത്. എന്തായാലും അതിനുള്ള തെരച്ചിൽ നടക്കും. നമുക്കറിയാം ഈ പലപ്പോഴും ഈ ഉരുൾപൊട്ടി വരാൻ നിന്നപ്പോൾ ഒന്നിച്ച് പലയിടങ്ങളിലും ആളുകൾ കയറി നിന്നിരുന്നു. ചില വീടുകളുടെ ടെറസിലും മറ്റുമൊക്കെ ആളുകൾ കയറി നിന്നിരുന്നു. അവിടേക്ക് അപ്പോൾ വലിയ തോതിൽ ഉരുൾ പൊട്ടി വീണ് ഒരു കൂട്ട അപകടമുണ്ടായ ഇടങ്ങളുണ്ട്. അത്തരം ഇടങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് കൃത്യമായ തെരച്ചിൽ നടത്തുമ്പോൾ ഈ ആഴത്തിലുള്ള പരിശോധന നടത്തുമ്പോഴാവും ഒരുപക്ഷെ അത്തരം കൂട്ട അപകടങ്ങളുണ്ടായ ഇടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ കൂടി ഇന്ന് പരിശോധന നടത്തും. നിർമ്മാണ സാമഗ്രികളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു തെരച്ചിൽ നടപടികളിലേക്ക് കടക്കുന്നു. ഡീപ് എക്സ്കവേഷനിൽ കൂടെ കൂടുതൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. ജീവന്റെ അതാണ് അനീഷ് ഇപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ സന്നദ്ധ സംഘടനകൾ ഈ മേഖലയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നറിയുന്നു. സഹായം കൂടുതൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നറിയുന്നു. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള അവശ്യ വസ്തുക്കളുമായുള്ള നിരവധി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം അത് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പലയിടങ്ങളിൽ നിന്നായി വിദേശത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലായിടത്തും ഓരോ സ്ഥലത്തും കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഓരോ സേനാ വിഭാഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ അവർക്ക് നിർദ്ദേശം നൽകുന്ന ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കളക്ടർ അനീഷിനോട് സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം നമ്മൾ സർവ്വസജ്ജമാണ് എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനത്തിനായുള്ള യന്ത്രസാമഗ്രികൾ ഇന്നും ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാലം പണി പൂർത്തിയായാൽ ഉടനെ അതിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാമഗ്രികളും യന്ത്രസാമഗ്രികളും സജ്ജമാണ് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അല്ലേ അനീഷ്? തീർച്ചയായും ഈ ലോറികളുടെ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ആ ലോറികളിൽ ഉള്ളതെല്ലാം യന്ത്രസാമഗ്രികളാണ്. പ്രത്യേകിച്ചും ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ ഈ സ്ഥലങ്ങളിൽ എമ്പാടുമുണ്ട്. അവയെല്ലാം ഈ അവിടേക്ക് എത്തിക്കാനുള്ളതാണ്. ഈ പാലത്തിന്റെ പണി പൂർത്തിയാവുന്ന നിമിഷം ഈ യന്ത്രസാമഗ്രികൾ പുറത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്നും മറുകരയിലേക്ക് മാറും. അതിനുശേഷം പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു തെരച്ചിലിലേക്ക് മാറും. നേരത്തെ ഈ
കളക്ടർ പറഞ്ഞതുപോലെ ഡീപ്പ് എക്സ്കവേഷൻ അതിൽ കൂടെ മാത്രമാണ് എന്താണ് നടന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇനി അകത്ത് കുടുങ്ങിയിട്ടുള്ളത്, എത്രമാത്രം ആണ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയൂ എന്ന് കളക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഡീപ്പ് എക്സ്കവേഷനുള്ള ഒരു ശ്രമം തന്നെ, ആഴത്തിലുള്ള ഒരു തെരച്ചിൽ, ആഴത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. സന്നദ്ധ പ്രവർത്തകർ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് ഈ പാലത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ അത്തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരെ കൂടുതലായി അവിടേക്ക് കൊണ്ടുപോകാൻ, കടത്തിവിടാൻ സാധിക്കും. അതാണ് മറ്റൊരു പോസിറ്റീവായ വശം അതുകൊണ്ട്. കാരണം പ്രാദേശികമായി പരിചയമുള്ള നിരവധി ആളുകളുണ്ട്. പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം വർഷങ്ങളായി നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പരിധിവരെ മറുവശത്തേക്ക് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ശരി അനീഷ്, ഞാൻ അനീഷിലേക്ക് വരാം. ഇപ്പോൾ